ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കാജനകവും ഭീതിപ്പെടുത്തുന്നതുമായ വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോൾ 3 വർഷമായി തുടരുന്ന യുദ്ധത്തിനിടയിലും ജീവിതം തിരിച്ചു പിടിക്കുന്ന പ്രത്യാശയുടെ കഥകളാണ് ഉക്രൈൻ ജനതയ്ക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് ഉക്രൈൻ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മിഷേൽ സ്വിയാറ്റോസ്ലാവ് ചെവ്ചുക് പറഞ്ഞു. സന്നദ്ധ പ്രവർത്തകരുടെ, വിശേഷിച്ച് കത്തോലിക്ക സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണെന്നും ഭക്ഷണമില്ലാതെയോ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയോ ഇതുവരെ ആരും ഇവിടെ മരണപ്പെട്ടിട്ടില്ലെന്നും മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഭവനരഹിതർ, കുട്ടികൾ, വൈദികർ, സന്യാസിനികൾ, സെമിനാരി വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർക്ക് ഇതിനോടകം സഹായമെത്തിക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വൈദികരും സന്യാസിനികളും അവരുടെ ജനങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത്. ഇടവകകളിലും കോൺവെൻറ്റുകളിലും അനാഥാലയങ്ങളിലും ആശുപത്രികളിലും ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കുള്ള വീടുകളിലും പ്രായമായവർക്കും രോഗികൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും ഇവർ സദാസേവനം ചെയ്യുന്നു. ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ള പള്ളിയുടെ കീഴിൽ ഒരഭയകേന്ദ്രമുണ്ട്. അപായ സൈറൻ കേൾക്കുമ്പോൾ ഏതാണ്ട് 500-ലധികം കുട്ടികളാണ് അവിടെ ഓടി ഒളിക്കുന്നത്. ഇത് വേദനാജനകമായ കാഴ്ചയാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഉക്രൈനിയൻ ജനസംഖ്യയുടെ 80% പേരെയും യുദ്ധം ബാധിച്ചിട്ടുണ്ട്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഉക്രൈനിലെ വൈദികർ 2.5 ലക്ഷത്തിലധികം ദിവ്യബലികൾ അർപ്പിച്ചു. യുദ്ധം തൻ്റെ ദൈവവിളിക്ക് ഒരധിക മാനം നൽകിയതായും ഒരു സെമിനാരിക്കാരൻ എന്ന നിലയിൽ ജനങ്ങളെ സേവിക്കേണ്ടതിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതായും ഒരു സെമിനാരി വിദ്യാർത്ഥി പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിന് ശേഷം 1000-ലധികം സെമിനാരി വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാനുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്.